ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 18-ാം തിരുവചനം. ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? 10 കുഷ്ഠരോഗികളുടെ സൗഖ്യമാണ്. ഒരാൾ മാത്രം മടങ്ങി വന്ന് സൗഖ്യം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. 10 പേരല്ലേ സൗഖ്യമായത്? അതിൽ 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ, ഈ ഒരാൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഒന്ന് പിന്തിരിഞ്ഞു നോക്കണം. ഈ ജീവിതം ഇങ്ങനെ സ്പീഡിൽ ഓടുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കണം. ഈ സ്പീഡൊക്കെ എങ്ങനെയാ ലഭിച്ചതെന്ന്, ഇന്നുള്ളതൊക്കെ എങ്ങനെ ലഭിച്ചു എന്ന് അറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോൾ മനസ്സിൽ തെളിയും പല കാര്യങ്ങളും. ആദ്യം സർവ്വതും തന്ന ദൈവത്തെ തന്നെ, പിന്നെ സഹായിച്ച, കൂടെ നിന്ന, ഇത്രത്തോളം ആക്കിയ ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങളും ജീവിതങ്ങളും മനസ്സിൽ തെളിയും. പിന്തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ ഈ സ്പീഡൊക്കെ അവസാനിക്കുമ്പോൾ പശ്ചാത്തപിക്കേണ്ടതായി വന്നെങ്കിലും ജീവിതത്തിൽ ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഒപ്പം കൂടെ നിന്ന ഒരുപാട് മനുഷ്യരുടെ സ്നേഹവും പ്രാർത്ഥനയും മറന്നു പോകരുത്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.